ഹായ് ഫ്രണ്ട്സ്, പ്രേമിക്രിസ്റ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്പൈറൽ ജിഞ്ചർ പ്ലാന്റിനെ കുറിച്ചിട്ടാണ്. ഈ ചെടിക്ക് മറ്റ് രണ്ട് പേരുകളുമുണ്ട്. ക്രീപ്പിംഗ് ജിഞ്ചർ പ്ലാന്റ്, കോസ്റ്റസ് വേരിഗേറ്റഡ് പ്ലാന്റ്. ഈ വേരിഗേറ്റഡ് പ്ലാന്റ് എന്ന് പറയാൻ കാരണം ഇതിലെ ഈ ഇലകൾക്ക് ഇവിടെ വെള്ള കളറുണ്ടാവും. അതാണ് ഈ വേരിഗേറ്റഡ് എന്ന് പറയാൻ കാരണം. ഈ ചെടിയുടെ പ്രത്യേകത എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ഇലകൾ തന്നെയാണ്. ഇലകളെ കാണാൻ വളരെ ഭംഗിയാണ്. ഇലകളുടെ നിറം നടുവിൽ പച്ച, അരികത്ത് പച്ച, വെള്ള, ഇവിടെയും വെള്ള, ഇവിടെ പച്ച. നല്ല ഭംഗിയാണ് ഈ ഇലകളെ കാണാൻ. കൂടാതെ ഈ ഇലകൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ സോഫ്റ്റാണ്, വെൽവെറ്റുമ്മ തൊട്ട പോലെയാണ്. പിന്നെ ഇതിന് സ്പൈറൽ എന്ന് വിളിക്കാൻ കാരണം ഇതിൻ്റെ ഇലകൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. ആരംഭിക്കുമ്പോൾ ഒരു കൂട്ടം കാണാം, പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു. ആ വളഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇലകളുള്ളത്. സ്പൈറൽ പോലെ വളഞ്ഞാണ് നിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. തണ്ടുകൾക്ക് മെറൂൺ കളറാണ്. ഈ ചെടികളിൽ പൂക്കളുണ്ടാവും. ഈ ചെടികളിൽ പൂക്കളും ഇലകളും കാണാൻ വളരെ ഭംഗിയാണ്. ഈ ചെടിയുടെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ വെള്ളം അധികം ആവശ്യമില്ല, എന്നാൽ വെള്ളം വേണം താനും. മണ്ണ് ഡ്രൈ ആകുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി. വെള്ളം അധികമായാൽ ഈ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോവും. അതുപോലെ തന്നെയാണ് സൂര്യപ്രകാശത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൂര്യപ്രകാശം ആവശ്യമാണ്, എന്നാൽ തീരെ ആവശ്യമില്ലാതിരിക്കാനും പറ്റില്ല. സൂര്യപ്രകാശം കൂടുതലായാലും ചെടിക്ക് മഞ്ഞ നിറം വരും. സ്പൈറൽ ജിഞ്ചർ ചെടിയുടെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചിയുടെ പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനെ സ്പൈറൽ ജിഞ്ചർ ചെടി എന്ന് വിളിക്കുന്നത്. ഇഞ്ചിയുടെ പോലെ തന്നെ ഇവിടെ ചെടിയുടെ അടിഭാഗത്ത് കിഴങ്ങുണ്ടാവും. ആ കിഴങ്ങ് നിന്നും തൈ പൊട്ടി പുറപ്പെടും. അങ്ങനെയാണ് ആ തൈയിൽ നിന്നും പൊട്ടി മുളച്ച ചെടികളാണ് ഇത് രണ്ടും. പിന്നെ ഈ തണ്ട് മുറിച്ച് നമുക്ക് വേറൊരു ചട്ടിയിൽ നട്ടു കൊടുക്കാം. ചെടിയുടെ പ്രൊപ്പഗേഷനാണ് ഇത് പറഞ്ഞത്. ഈ ചെടിയുടെ പോട്ടിംഗ് മിക്സ് മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവയാണ്. ഈ ചെടിയിൽ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ചെടിയിൽ പുഴുക്കളുണ്ടാകുമ്പോൾ പുഴുക്കളെ അടർത്തി കളയണം, സാഫ് അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗം ഉപയോഗിച്ച് നമ്മുടെ ചെടിയുടെ പുഴുക്കളെ കളയണം. ഇന്ന് പുഴുവിനെ കണ്ടിട്ട് നാളെ നമ്മൾ പുഴുവിനെ നീക്കാൻ പോയാൽ ചെടി അപ്പാടെ നശിച്ചു പോയിട്ടുണ്ടാവും. അതാണ് ഒരു ശ്രദ്ധ കൊടുക്കാനുള്ളത്. പുതിയതായി ഗാർഡൻ സെറ്റ് ചെയ്യുന്നവർക്ക് വളർത്താൻ പറ്റിയൊരു ചെടിയാണ്. നിലവിൽ ഗാർഡൻ ഉള്ളവർക്കും ഈ ചെടിയെ നട്ടു വളർത്താം. എല്ലാവരും ഈ ചെടിയെ നട്ടു വളർത്തണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.